ഇക്കിൾ അഥവാ ഹിക്കോഫ് എങ്ങനെ ശമിപ്പിക്കാം നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ അതിന് എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ നമ്മൾ ആദ്യം അറിയണം. സാധാരണ സ്പൈസി ഫുഡ്, കൂടുതൽ ഏലക്ക, ഗ്രാമ്പൂ, ജീരകം, കറുവാക്ക ചേർന്ന അല്ലെങ്കിൽ എരിവുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഇക്കിളുണ്ടാകാം. ആൽക്കഹോൾ കൂടുതൽ കഴിച്ചാൽ അല്ലെങ്കിൽ ടുബാക്കോ കൂടുതൽ സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇക്കിളുണ്ടാകാൻ ചാൻസ് ഉണ്ട്. യൂറിമിയ, ബ്ലഡിൽ യൂറിയയുടെ അളവ് കൂടിയാൽ ഇക്കിൾ വരും. ലിവർ ഫെയിലിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ വരും. അക്യൂട്ട് പെരിറ്റണൈറ്റിസ്, നമ്മുടെ പൊലിസ്മാൻ ഓഫ് അബ്ഡമൻ എന്ന് പറയുന്ന അബ്ഡമൻ്റെ ആവരണമാണ്, അതിൻ്റെ അകത്ത് ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇക്കിൾ വരും. പിന്നെ നമുക്കറിയാം ഫ്രെനിക് നെർവ്, അതായത് ഈ ഡയഫ്രത്തിലേക്കുള്ളൊരു നെർവ് സപ്ലൈ ചെയ്യുന്ന നെർവാണ് ഫ്രെനിക് നെർവ്. ഇതിൻ്റെ ഒരു ഇറിറ്റേഷനാണ് പലപ്പോഴും ഈ ഇക്കിളിന് കാരണമാകുന്നത്. പിന്നെ ചില ട്യൂമറുകൾ, അത് സെറിബ്രത്തിലുണ്ടാകുന്ന ട്യൂമറും അതല്ലാന്നുണ്ടെങ്കിൽ മീഡിയാസ്റ്റിനത്തിലുണ്ടാകുന്ന ട്യൂമറും ഇതിന് കാരണമാകാറുണ്ട്. ചില അവസരങ്ങളിൽ മെനിഞ്ചൈറ്റിസ്, ബ്രെയിനിലുണ്ടാകുന്ന ബ്രെയിൻ ഫീവറിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് വരുന്ന മെനിഞ്ചൈറ്റിസിൽ പോലും ഇക്കിൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഇത്രയും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചികിത്സ എളുപ്പമാകും. ഹോമിയോപ്പതിയിലെ ഇഗ്നേഷ്യ, നെക്സോമിക്ക, അതുപോലെ തന്നെ ജിൻസങ്, നക്സ് മോസ്കേറ്റ, കുപ്രമെറ്റ്, സിക്യൂട്ട, സ്ട്രമോണിയം ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ ഇത്തരത്തിലോ 200-ലോ 1 ml ഒക്കെ കറക്റ്റായിട്ട് കഴിക്കുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇക്കിൾ ഒഴിവായി പോവുകയും ചെയ്യും.